വചനം 41 വാക്കർത്ഥം. അല്ലദീന യാതൊരു കൂട്ടരാണ്, ഇമ്മക്കന്നാഹും അവർക്ക് നാം സ്വാധീനം നൽകിയാൽ അഥവാ സൗകര്യം നൽകിയാൽ, ഫിൽ അർദി ഭൂമിയിൽ, അഖാമു അവർ നിലനിർത്തും, അസ്വലാത്ത നമസ്കാരം, വ ആതൗ അവർ കൊടുക്കുകയും ചെയ്യും, അസ്സകാത്ത സകാത്ത്, വ അമറു അവർ കൽപ്പിക്കുകയും ചെയ്യും, ബിൽ മഅറൂഫി സദാചാരം കൊണ്ട് അഥവാ സൽക്കാര്യം കൊണ്ട്, വനഹൗ അവർ വിരോധിക്കുകയും ചെയ്യും, അനിൽ മുങ്കറി ദുരാചാരത്തെപ്പറ്റി, വലില്ലാഹി അല്ലാഹുവിനാകുന്നു ആഖിബത്തുൽ ഉമൂർ കാര്യങ്ങളുടെ പര്യവസാനം, കലാശം. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. മാത്രമല്ല, ഭൂമിയിൽ അവർക്ക് നാം സ്വാധീനം നൽകിയാൽ അവർ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും സദാചാരത്തിന് കൽപ്പിക്കുകയും ദുരാചാരത്തെപ്പറ്റി വിരോധിക്കുകയും ചെയ്യുന്നവരാണ് അവർ. കാര്യങ്ങളുടെയെല്ലാം പര്യവസാനം അള്ളാഹുവിനുള്ളതാകുന്നു. 41 വചനത്തിന്റെ വിശദീകരണം. ഈ ആയത്തിലെ ഉള്ളടക്കം പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ സ്വാധീനം ലഭിച്ചാൽ ധാർമ്മികമായും വ്യക്തിപരമായും സാമുദായികമായും സാമൂഹ്യമായുമുള്ള മനുഷ്യക്കടമകളെല്ലാം അവർ നിറവേറ്റുമെന്നത്രേ ഇതിന്റെ സാരം. ധാർമ്മികവും വ്യക്തിപരവുമായ കടമകളിൽ പ്രധാനമായതാണ് നമസ്കാരം. സാമുദായികവും സാമൂഹ്യവുമായ കടമകളിൽ പ്രധാനമായതാണ് സകാത്ത്. ഇങ്ങനെയുള്ള ബാധ്യതകൾ സ്വയം അനുഷ്ഠിക്കുക മാത്രമല്ല, മറ്റുള്ളവരിൽ സദാചാര ബോധമുണ്ടാക്കാൻ വേണ്ടത് ചെയ്യുകയും കൂടി ചെയ്തെങ്കിലേ മുസ്ലിങ്ങളുടെ കടമ പൂർണ്ണമായും നിർവഹിക്കപ്പെടുകയുള്ളൂ. മുസ്ലിങ്ങൾ അവരുടെ സ്വാധീന ശക്തി ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ആവശ്യാർത്ഥമാണെങ്കിൽ അവരുടെ ആ കടമ പാലിക്കപ്പെടുന്ന ഭൂമിയുടെ മുകളിൽ ജീവിതം എത്രമാത്രം പരിശുദ്ധവും അഭികാമ്യവുമായിരിക്കും. പരലോക ജീവിതമാകട്ടെ കൂടുതൽ വിജയകരമായിരിക്കുമെന്ന് പറയേണ്ടതുമില്ല.